ഹലോ ഗൈസ്, നമ്മൾ നിൽക്കുന്നത് മൈൻക്രാഫ്റ്റ് അല്ല ക്രാഫ്റ്റിംഗ് മൈൻക്രാഫ്റ്റ് ട്രയലൊക്കെ ആയിട്ടാണ്. അതിൻ്റെ ഒരു വേൾഡൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഒന്ന് കണ്ട് മനസ്സിലാക്കാനൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായോ ഗൈസ്? അപ്പോൾ നമ്മളെ വന്നിരിക്കുന്നത് ഈ ഒരു സ്കിൻ പ്രത്യേകിച്ചൊന്നും ഇട്ടില്ല. നമ്മളൊരു കൊമ്പൻ മുടിയൊക്കെ കണ്ടില്ലേ ഗൈസ്? എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ സ്കിൻ അങ്ങ് എടുത്തിട്ട് മാസ്കൊക്കെ വെച്ച് ക്രീപ്പറിൻ്റെ മാസ്കൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് ഇട്ടു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രീൻ എടുത്ത് അപ്പോൾ നമ്മൾ കണ്ടാൽ മൈൻക്രാഫ്റ്റ് എന്ന് തോന്നുന്നു, പക്ഷേ മൈൻക്രാഫ്റ്റ് ട്രയലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കളിക്കുന്നത്. മൈൻക്രാഫ്റ്റും അങ്ങനെയുള്ള ഗെയിംസൊക്കെ അല്ലേ ആ ഒരു ഇതായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെയുള്ള ഗെയിംസൊക്കെ ആദ്യമായിട്ട് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരണം എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തുവാന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇതെൻ്റെ ഫോണിൽ കളിക്കുന്നത്. എനിക്ക് ഞാൻ കമ്പ്യൂട്ടറിലാണ് കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ട്രയലിൽ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വർക്കാവുന്നില്ല. അതുകൊണ്ട് ഞാൻ മൊബൈലിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അനിയൻ പണ്ട് കളിച്ചുകൊണ്ടിരുന്നൊരു വേൾഡൊക്കെയാണ്. അനിയൻ ചെറിയ വ്ലോഗൊക്കെ ഉണ്ട്, ആൽവിൻസ് വ്ലോഗ് എന്നാണ്. അതിപ്പോൾ എൻ്റെ പേരെ ഇട്ടേക്കുന്നത്. അനിയന് അപ്പോൾ ചുമ്മാ കാണുന്ന വീഡിയോസൊക്കെ ഇടുക. അപ്പോഴത്തേക്ക് കാണിക്കുന്ന ഭ്രാന്തുണ്ട്. അപ്പം അനിയൻ കളിച്ചുകൊണ്ടിരുന്ന വേൾഡ് 2 കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം ഡിലീറ്റ് ചെയ്തു. പിന്നെ അത് ഞാൻ എന്നിട്ട് എനിക്ക് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചു തരാൻ അനിയൻ പറഞ്ഞു തന്നു. കുറച്ചൊക്കെ ഞാൻ ട്രൈ നോക്കിയതാണിത്, എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ നോക്കി. അപ്പം നമുക്കൊന്ന് വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ മൈൻക്രാഫ്റ്റ് ട്രയലിനകത്ത് മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കളിക്കുമ്പോൾ ഈ ഒരു വേൾഡേ കളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ 2 പ്രാവശ്യം നോക്കിയിട്ടും ഒരു വേൾഡ്, അതായത് സീഡ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. സെയിം സീഡ് വേണം നമ്മൾ വീണ്ടും കളിക്കാൻ. അപ്പോൾ എനിക്കത് ഈ മൈൻക്രാഫ്റ്റ് ട്രയൽ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഞാൻ വേറെ ഗെയിം കളിക്കുന്നതായതുകൊണ്ട്. അപ്പം മൈൻക്രാഫ്റ്റ് ട്രയലിൻ്റെ ഒരു എപ്പിസോഡ് ഫുൾ തീർത്ത് നമ്മൾ ബേസൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് നമ്മൾ വേറൊരു ഗെയിമുണ്ട്. എൻ്റെ അനിയൻ പറഞ്ഞു തന്നതാണ്. അത് മൈൻക്രാഫ്റ്റാണ്, പൈസ ഫ്രീ ആയിട്ട് എടുക്കാം. എന്നിട്ട് ക്രാഫ്റ്റ് ആൻഡ് ബിൽഡിംഗ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അതെടുത്ത് അതിൻ്റെ ഒരു എപ്പിസോഡും തീർത്ത് കുറേ മോഡൊക്കെ ഇട്ട് കളിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയൽ മൈൻക്രാഫ്റ്റിലോട്ട് നമ്മൾ കടക്കും. അങ്ങനെയൊക്കെ ഇച്ചിരി ലോങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതാണല്ലോ വലുതാവേണ്ടത്. അങ്ങനെ ഇതിലൊക്കെ വന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വലുതാവാൻ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് പ്ലേ ഞെക്കുമ്പോൾ കളിക്കാൻ പറ്റും. എന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. ഇതൊക്കെ ലോക്ക് ചെയ്യണം, പക്ഷേ അത് അതിന് ചെയ്താൽ പറ്റത്തുള്ളൂ. നമുക്ക് വേൾഡിൻ്റെ പേര് നിങ്ങൾ ഈ ഒരു വീഡിയോ 1K ലൈക്ക് ചെയ്തേക്കുക. 1K ലൈക്ക് ആണ് ഈ വേൾഡിൻ്റെ പേര്. നമുക്ക് ജിയും കൂടി ഇട്ടേക്കാം ചുമ്മാ. 1K ലൈക്ക്. അപ്പോൾ ഈ ഇതിന് 1K ലൈക്ക് ഇട്ടേക്കുക. പിന്നെ ക്രിയേറ്റീവ് ആണെങ്കിൽ നമ്മൾ പുതിയ വേൾഡ് ഇതെടുക്കേണ്ടി വരും. പിന്നെ നോക്കട്ടെ. ഉണ്ട്, സീഡ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, TP മാറ്റാൻ പറ്റത്തില്ല. ബോണസ് ടെസ്റ്റ് ഇതൊന്നും ഓണാക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു മോഡ് എക്സ്ട്രാ ഇടാൻ പറ്റത്തില്ല കേട്ടോ. എന്തത് മെമ്പേഴ്സ് കൂട്ടണ്ട, നമ്മളാരും വേണ്ട. മെമ്പേഴ്സ് ഓഫ് ചെയ്തിട്ടത് ഓഫ് ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം ഇത് സാധാരണ പോലെ ഒരു മോഡും ഞാൻ കയറ്റിയിട്ടില്ല. നോക്ക്, പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കിയതേ ഉള്ളൂ. ഒരു മോഡും ഞാൻ അത് എഴുതില്ല. പിന്നെ മെയിനായിട്ട് ഇതിനകത്തൊരു മോഡ് എടുക്കാൻ പറ്റത്തില്ല, അതാണ് മെയിൻ കാര്യം. പിന്നെ ഗായ്സ്, പിന്നെ എനിക്ക് പറയുന്നത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് തീരുന്നുണ്ടോ നോക്കണം. എന്നെ ഒന്നാമത്തെ ഡേറ്റ കുറഞ്ഞ സാധനമാണ് ഗായ്സ്. പിന്നെ നോക്കുന്നത് ഈ ഒരു വേൾഡ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു സീരിയസ് ചെയ്യാണ്, എപ്പിസോഡാക്കി ഇടുന്നതാണ് നല്ലത്. അപ്പം ഒരു മാപ്പ് നമ്മളിത് ഇതുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ അനിയൻ പറഞ്ഞാണ് സ്റ്റാർട്ടിങ് മാപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ കയ്യിലൊരു മാപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് മാപ്പ് നല്ലതല്ലേ എന്നുള്ളതാ വെച്ചാൽ ഞാൻ മാപ്പ് ഓണാക്കി ഇട്ടേക്കാം. ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റീവ് നോക്കുവാണെങ്കിൽ നോക്കി ക്രിയേറ്റീവ് ഞെക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഞെക്കിയാൽ നമ്മൾ മോൺസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ കളിക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് കളിക്കാണ്ട് ഈസിയിലിട്ട് കളിക്കാം. എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ. ഫസ്റ്റ് മോബ് സ്പോൺ ബട്ട് ഡീൽ ലെജൻഡ് ഡാമേജ്
ഹെൽത്ത് ഡൗൺ 5 ഹീൽഡ്. ഓക്കെ, എന്നിട്ട് ഇപ്പം നമുക്ക് ഈസിയിലിട്ട് കളിക്കാം. എനിക്ക് അത്ര അറിയത്തില്ല. എൻ്റെ അനിയും പറഞ്ഞത് ഇങ്ങനെ മോൺസ്റ്റേഴ്സ് ഒന്നും വരത്തില്ല. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നിട്ട് അവർ പറഞ്ഞു കുറച്ച് മോൺസ്റ്റേഴ്സ് വരും നമ്മളെ കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞു. നമ്മളിപ്പം ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തോ ബേസാണ് ഇതിനകത്തെ ബി കെയർഫുൾ വെൻ യു swim, stay under water for 2 survival mode have 4 different life. അവർ പറയുന്നത് വെള്ളത്തിനടി ഇരുന്നാൽ പണി കിട്ടും. അതുകൊണ്ട് നമ്മുടെ സർവർ മോഡിനകത്ത് കുറച്ച് 5-3-4 പണികളുണ്ട്. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. നല്ല സൗണ്ട് കിട്ടെ. എന്താ സൗണ്ട് കേൾക്കുന്നു? അപ്പം നമ്മൾ ഈ ഇങ്ങനൊരു വേൾഡിലാണ് എപ്പോഴും വരുന്നത്. നമ്മൾ ഇത് നോർമൽ തന്നെ. നമ്മളാരും ഞാൻ വന്നേ എല്ലാം നോർമൽ സാധനങ്ങൾ തന്നെ. ഓക്കെ, നമ്മളിപ്പം ഇവിടെ വന്നു. നമുക്ക് ഈ ഒരു വേൾഡിൽ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യണ്ടേ? ശരിക്കും ഞാൻ ഈ വേൾഡ് ആദ്യം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ കല്ലും മണ്ണും ഒക്കെ പെറുക്കിക്കൊണ്ട് പോകണം എന്നാണ് എൻ്റെ അനിയൻ പറഞ്ഞത്. ആദ്യം തന്നെ നമുക്കൊരു മണ്ണെടുത്തോണ്ട് പോകും. കയറങ്ങോട്ട് പോയി. എക്സ്പ്ലോർ ക്രാഫ്റ്റ് ബിൽഡ് ഹാവ് ഫൺ. ഇതൊക്കെ നെറ്റ് നോക്കി ഇതൊക്കെ അല്ലെങ്കിൽ പണിയാവും. അല്ലെങ്കിൽ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. ഹാവ് ഫൺ ഇൻ ട്രയൽ യു വിൽ ഹാവ് 90 minutes. ഓക്കെ, സ്റ്റാർട്ട് ട്രയൽ. ഇവർ പറയുന്നത് നമുക്ക് 19 മിനിറ്റ് ഉണ്ടാവും. ആ 19 മിനിറ്റ് വരെ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് കളിക്കാം. ഈ ഡേറ്റ് വെച്ചിട്ട് തന്നെ എടുക്കാനാ പരിപാടി ഉണ്ടോ? ഇതെങ്ങനെ എടുക്കുക? എന്തോ ഓക്ക് പ്ലാങ്ക് അതെന്തുവാ? അറിയാമോ ഓക്ക് പ്ലാങ്ക് എന്തുവാണ്? എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഡേർട്ടല്ലേ? നമുക്ക് കല്ലല്ലേ? ഈ വഴി ഇവിടെ അതായിരിക്കട്ടെ. നമുക്കൊരു പെറ്റിനെ ആദ്യം ഉണ്ടാക്കാം. എല്ലാം നല്ലതുമല്ല. നല്ല സീഡ് ഒറ്റ സീഡിൽ ടേം ആവണേ. ഒരു സീഡുണ്ട്. എന്ത് ചെയ്തു? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന എന്ത്? മുളങ്ങോ ഇറക്കിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഈ തത്ത വേണ്ട, നമുക്കത് ആ വെള്ളത്തത്ത എടുക്കാം. നല്ല വെള്ളത്തത്ത വേണ്ട. ഞാൻ കുറച്ചും കൂടെ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ വീട്ടിലൊരു വെള്ളത്തത്ത ഉണ്ട്. അതപ്പോൾ അതുപോലെയാവും. കുറച്ച് കൂടുതൽ എടുത്തോണ്ട് പോകും. ഈ ടേം ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായെന്നറിയാം. ഞാൻ ഇതിനെ ആദ്യമായിട്ട് എൻ്റെ അനിയൻ പറഞ്ഞു. അനിയൻ കളിക്കുന്നതൊക്കെ കണ്ടപ്പോഴേ അനിയൻ കളിക്കുന്നതൊക്കെ ഞാൻ കാണാൻ പോയിട്ട്. അപ്പോൾ അത് കാണാൻ പോയപ്പോൾ നോക്കിയപ്പോൾ അനിയൻ ഇങ്ങനെ ഒരു തത്തയെ ടേം ചെയ്യുന്നുണ്ട്. ഇത് പുല്ല് വെട്ടിയപ്പോൾ സീഡ് കിട്ടിയത് ഞാൻ കണ്ടു. ഇതായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നത്. ഹലോ, സുഖമാണോ? എനിക്ക് പേരിടണമല്ലോ ഈ പെണ്ണ്. അവിടെ നിൽക്കാൻ പേടിക്കണ്ട. നീ ഇനി മുതൽ എൻ്റെ ആളാ. ഇത് അവിടെ നിൽക്കാൻ. ഇത് ടേം ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ അവിടെ. ഭയങ്കര ഇത് എന്നെ കണ്ട് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുമോ? അവിടെ നിൽക്കാം. നീലത്ത് എന്ത് ചെയ്ത് റീസ്പോണായോ? അല്ല, ഇത് എന്ത് ചെയ്ത്? യെസ്, സൗണ്ട് നിന്റെ സൗണ്ട് കേട്ട് ഞാൻ പേടിച്ചു പോയതോടെ.
നമുക്ക് ഇവിടെ ആ നീലയും കൂടെ അടിച്ചോണ്ട് പോയത് അയ്യോ അതിൻ്റെ പുറകെ വരുമല്ലേ ഇനി മുതൽ നീ എൻ്റെ സ്വന്തം. ഓക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നാ കാണിക്കുന്നില്ല എനിക്കൊന്നും അറിയത്തില്ല. നമ്മൾ മരം മുറിക്കണം പിന്നെ ബ്ലോക്കായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. സൈഡിൽ കൂടെ എന്നാണ്ട് കാണിക്കുന്നുണ്ട്. എന്തോ പൊട്ടാ എന്നാണ്ട് സീഡ് കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ട് വെട്ടുന്ന പരിപാടി കഴിഞ്ഞാൽ ഭയങ്കര പാടാ. എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ആരൊക്കെയോ എൻ്റെ അടുത്തൊന്നും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടുത്ത് എന്ത് സൗണ്ട് കേൾക്കുന്നത്? മനുഷ്യന് പേടിയാകുന്നത് ഇല്ല. അതല്ല പ്രശ്നം അതല്ല. ഇതാണോ അവൻ പറഞ്ഞ മോൺസ്റ്റർ? ഹലോ ചേട്ടാ കണ്ടിട്ടുണ്ടോ? നീ ഇവിടുത്തെ പുതിയ ആളാ. ഇനി എന്നെ മോൺസ്റ്ററാന്ന് കഴിഞ്ഞിട്ട് തല്ലത്തുന്നില്ലല്ലോ. നീ എന്നെ കൊല്ലത്തില്ലല്ലേ? നമ്മളെ വന്ന് കയറിയിട്ട് വേറെ ആരും അല്ല അതല്ല. നമ്മുടെ ഒരു പെറ്റിനെ ടൈം ചെയ്തില്ലായിരുന്നു. ഒരു തത്തക്കുട്ടിയെ. അങ്ങനെ പേരെന്തിടാന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. പേരെന്തിടാമെന്ന്. ഓ വാട്ടർമെലൺ. സൗണ്ട് കേൾക്കുന്നുണ്ടേ. അത് മരത്തിനും ഉണ്ടാവില്ല. എവിടെയത്? സെറ്റിങ്സ് എൻ്റെ അനിയനാണ്. ഈ പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. സോറി ഫോർ ദ സൗണ്ട്. ഹൈഡ് ഹാൻഡ്, ഹൈഡ് പേപ്പർ ഡോള്, ഹൈഡ് ചെടി, സ്ക്രീൻ ആനിമേഷൻ. ഇതെൻ്റെ തോളത്ത് കയറിയിരിക്കുവോ? എടാ നീ എൻ്റെ തോളത്ത് കയറിയെന്നാ ഞാൻ പേടിച്ചോല്ലോ. നീ അവിടെ താഴോട്ടാ. നീ എൻ്റെ കുറച്ചൊക്കെ തോളം കയറി. എൻ്റെ കണ്ണടയുന്ന എൻ്റെ നീ അത് ഇഷ്ടപ്പെട്ടു. മുടിയൊക്കെ ഈ കൊമ്പൻ മുടിക്കാതിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ പെണ്ണ്. എൻ്റെ പേരെന്ത് വേണം നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ പറയണം കേട്ടോ ഗൈസ്. ഇവന് വേണ്ട ഇവനല്ലല്ലോ ഈ പെണ്ണിന് വേണ്ട പേര് നിങ്ങളൊന്ന് പറയുക. ഓക്കെ നീ ഇവിടെ തന്നെ ഇരിക്കും. സൈഡിൽ നമ്മൾ സ്പീഡിൽ നമ്മൾ ഓടുമ്പോൾ ഒരു ഡോള് സൈഡിൽ വരുന്നുണ്ടോ? ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചുണ്ടോ? അതിനകത്ത് അവൾ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇനി മരം വെച്ചോണ്ട് എന്നെ എടുക്കാനാണ് അവൾ. ഭയങ്കര പാടേ ഈ മരം വെട്ട്. കയ്യം കൊണ്ടൊക്കെ മരം വെട്ടുന്നേ മോനെ സീനത്. കാര്യം കയ്യം കൊണ്ടൊക്കെ മരം വെട്ടുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇത് സ്റ്റോപ്പായി പേടിച്ചു പോയതോടെ. നല്ല കറുത്ത പട്ടി. അതിൻ്റെ ഇടയ്ക്ക് വരച്ചെടുത്തു. നമുക്കൊരു മാപ്പ് കിട്ടി കേട്ടോ. ഒരു പേപ്പർ ഷീറ്റിനകത്ത് മാപ്പ് 1. ഓക്കെ എൻ്റെ പേര് സൈഡിൽ എഴുതി കിടക്കുന്നു. നമ്മളൊരു കാർഡിനകത്ത് ഇരിക്കണം. ഇങ്ങനെ പോവാം. ഇതെന്ത് സാധനം ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ എന്തുവാ? ഇത് ക്രാഫ്റ്റിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തുവാന്ന് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതെന്തുവാ? ഇതാണോ ഓക്ക് പ്ലാങ്ക്?
ഓ ഇത് ജംഗിൾ പ്ലാങ്ക്, ഓക്ക് പ്ലാങ്ക് അല്ല, ജംഗിൾ പ്ലാങ്കാ. അപ്പം ഇത് കാടാ? ഇത് ജംഗിളാണോ? ആരുടെ ഇവിടെ? ഒന്നാമത് ഭയങ്കര പേടിയായി. ഈ വേൾഡ് എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുന്നു. സ്റ്റിക്ക്. ഞാനേ എൻ്റെ അനിയൻ പറഞ്ഞതനുസരിച്ച് ഞാൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, സൈഡിൽ കൂടെ ഇങ്ങനെ കാണുന്ന ഓരോന്ന് പിടിച്ച് നിൽക്കുന്നതിനകത്തുള്ളൂ. ഞാൻ സ്റ്റിക്ക് 21 സ്റ്റിക്ക് ഉണ്ടായി. നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു പിക്കാക്സ്. ഇതെൻ്റെ അനിയൻ പറഞ്ഞതാണ് പിക്കാക്സ്. എൻ്റെ അയ്യോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് പിക്കാക്സ് ഉണ്ടാക്കുന്നത്? പിക്കാക്സ് കൊണ്ട് മരത്തെ ഒട്ടിക്കുന്നത്. ഹലോ, ഇതൊക്കെ സൗണ്ട്. അയ്യോ ഇരുട്ടായി. എനിക്ക് എന്തോടെ എന്ത് ചെയ്യും? ഇരുട്ടായി കഴിഞ്ഞാൽ നാളെ എന്നാ കാണിക്കും? നോക്കട്ടെ എന്താ ചെയ്യുന്നത്. ഇരുട്ടായി കഴിഞ്ഞാൽ ബെഡ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കിടന്നുറങ്ങാൻ ബെഡ് വേണ്ടേ? ഹലോ, സുഖമാണോ ഏട്ടനെ? ചാടാ എന്തീ അയ്യോ, ഇവിടെ നിന്നൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ചാടാ ചത്തു. ഭയങ്കര ഇരുട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞാൻ വരും ഒരു മനുഷ്യൻ പോലും എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല കേട്ടോ. അയ്യോ വെള്ളം. അയ്യോ വെള്ളം. എനിക്ക് വെള്ളം അലർജിയാ. ഞാൻ കുളിക്കുന്നു. എനിക്ക് വെള്ളം അലർജിയാ. അയ്യോ അറ്റാക്ക് ചെയ്യും. ആരാ പറഞ്ഞ അറ്റാക്ക് ചെയ്യത്തില്ലെന്ന്? അയ്യോ എന്നാ അപ്പൊ ചാവൂ. അയ്യോ ചാവാൻ നല്ല സാധ്യതയുണ്ട്. എൻ്റെ അവിടെ സൈഡ് താഴെ ഹാർട്ട് പോലെ ഒരു സാധനമുണ്ട്. അപ്പം അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ചാവുമായിരിക്കും അല്ലേ? അയ്യോ ആരത്? അയ്യോ സത്യ കൊല്ലല്ലേ ഞാൻ പാവ. അയ്യോ സത്യം, എൻ്റെ പെറ്റ് അവിടെ ഇരിക്കുവോ? അയ്യോ ഞാൻ സ്ഥലം. പക്ഷെ എൻ്റെ പെറ്റ് എൻ്റെ പെറ്റ് അവിടെ ഇരിക്കുക. പക്ഷെ ഞാൻ അവളെ രക്ഷിക്കാൻ പോകണമല്ലോ. എങ്ങനെ അവിടെ നിന്ന് പോകും? അയ്യോ പണിയായല്ലോ. ഒറ്റ ഓട്ടം ഓടിക്കോ, ഒന്നും നോക്കല്ലേ. അയ്യോ അവന്മാര് ഓടിക്കോ, ഒന്നും നോക്കണ്ട. പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് എന്നെ എൻ്റെ അയ്യോ നമ്മൾ ആദ്യം വന്ന ആള്. അയ്യോ ചത്തടാ, വീണ്ടും ചത്തേ, ചാവല്ലേ. അവിടെ നീ എൻ്റെ കൂടെ വന്നോ? ഓക്കെ, നീ അപ്പം നമുക്ക് എൻ്റെ കൂടെ ചെന്ന് യുദ്ധം ചെയ്യാം. എൻ്റെ സാധനം ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എൻ്റെ കയ്യിൽ കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്ത് ചെയ്യും? അതല്ല, എൻ്റെ കയ്യിൽ കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു. കയ്യിൽ കുറേ കമ്പും കഷ്ണം പോലെ. ഈ രാവിലെ ആവുന്നവരെ ഞാൻ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. അയ്യോ
ഇത് ഈ വേൾഡ് ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച വേൾഡ്. നിനക്ക് കിട്ടിയത് പോയാടാ, നിനക്ക് കിട്ടിയത് പോയാ. ഇവന്മാരെല്ലാം അടിച്ച് ആപ്പാടെ ഹെൽത്ത് കുറവാണ്. ഇനി ഈ സാധനങ്ങൾ എടുത്തോണ്ട് വേണം പോവാൻ. അതല്ല ഇല്ല, മീനക്കുട്ടി എന്ത്? അയ്യോ, എന്നെ കൊല്ലാൻ വേണ്ടി ഓരോമാര് വരുന്നത്. അയ്യോ കൊല്ലല്ലേടാ. അയ്യോ കൊല്ലല്ലേ. കണ്ടില്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ല. ആദ്യം സോംബി, ഇപ്പൊ സ്പൈഡർ. ഇല്ല, ആദ്യം ഒരു കാട്ടുമാക്കാൻ, ഇപ്പൊ ഒരു വേറെ എട്ടുകാലി പോലെ ഒരു ചെറുക്കൻ സ്പൈഡർ പോലത്തെ. ആദ്യം ഏതാണ്ട് ഒരു കാട്ടുമാക്കാൻ. എല്ലാ സാധനവും ഡിസ്പോൺ ആവും. ഇതാരത്? പച്ചമ ജു അമ്മരെടുത്തുണ്ട്. എന്തോ കൊല്ല പച്ചമനുഷ്യ. അയ്യോ കൊല്ലല്ല. എന്തോ പൊട്ടിത്തെറിക്കുന്നു പച്ചമനുഷ്യൻ. നല്ലൊരു മനുഷ്യനെ കണ്ടപ്പോൾ പൊട്ടിത്തെറിക്കുന്നു. അമ്മമാര് ഭയങ്കര പാടാ. എനിക്ക് വെള്ളത്തിൽ കൂടെ നീന്തി വെള്ളത്തിൽ കൂടെ ഇത് ഭയങ്കര പാടാ. നമ്മൾ നീന്തുന്ന സൈഡിൽ കൂടെ കാണില്ല. അയ്യോ ഞാൻ ഇന്നടുത്തിട്ടാണ്. എന്നെ വിട്. ഇതാരാടാ ഗ്രാവിലെ താരടെ ഈ സാധനം വെച്ച് എൻ്റെ ഹൃദയങ്ങൾ ഇല്ല. എൻ്റെ ഹൃദയങ്ങൾ തീർന്നു. ഞാൻ എപ്പോൾ വേണേലും ചാവാൻ സാധ്യതയുണ്ട് ഗൈസ്. അയ്യോ സോറി ഞാൻ ഈ ഇവിടുത്തെ ആളല്ല. കൊല്ലല്ലേ ഏട്ടാ, ഞാൻ ഈ ഇവിടുത്തെ ആളല്ലെന്ന്. നമ്മളിവിടെ നിന്ന് വന്നു ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, നമ്മുടെ ബ്ലോക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. താഴെ ആണ്ട വരുന്നുണ്ട്. അയ്യോ ഓടടേ ഓട്. അങ്ങോട്ട് വരുന്നു വാഴക്കളി. ആദ്യം ഇങ്ങനെ വന്ന് കൊന്നവന്മാരിവിടെ ഉണ്ടോ? അയ്യോ കൊല്ലല്ലേ. ഒരു ഹാർട്ടുണ്ട്, ഞാനും ഉണ്ട്. അയ്യോ ചത്ത്. ഹിറ്റ് ദ ഗ്രൗണ്ട് ടു ഹാർഡ്. ഞാൻ എങ്ങനെ ഇരിക്കൂടേ? 19 മിനിറ്റ് കൊണ്ട് ഞാനും ഉണ്ട്. നമുക്ക് ഈ വേൾഡ് വേണ്ട. 7 ക്യൂക്ക് ചെയ്യാം. ഈ വേൾഡ് ഭയങ്കര പാടാ കഴിച്ചപ്പോൾ എൻ്റെ ദൈവമേ. നമുക്ക് വേറെ വേൾഡ് എടുക്കാം. എൻ്റെ അയ്യോ ദൈവമേ, സെയിം വേൾഡ് തന്നെയാണ്. നിങ്ങൾ വീണ്ടും 1K ലൈക്ക് ചെയ്തേക്ക്. 1K LIKE. ഓക്കെ 1K ലേക്ക്. ഓക്കെ, നമുക്ക് 1K ലേക്ക്. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും ഞാൻ ഈ കാണിക്കുന്ന പരിപാടിക്ക്. മാപ്പ് ഓക്കെ, ഇത്ര ഉള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എൻ്റെ അടിയിൽ എന്താ ഉള്ളത്? പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇതിലുണ്ടോ പ്രത്യേകിച്ച്? നല്ല സൂപ്പർ സാധനങ്ങൾ. പ്രത്യേകിച്ചൊന്നും നമ്മൾ വീണ്ടും ആ സെയിം വേൾഡിൽ തന്നെ, വേൾഡല്ല, സെയിം സീഡിൽ തന്നെ നമ്മൾ വീണ്ടും സ്പോൺ ആകാൻ പോവാണ്. ഹൂസ് ബോസ് ഷോ ക്രീപ്പർ. ഹൂസ് ബോസ്?
ആരാടാ ബോസ് കാണിച്ചു കൊടുക്കാൻ. ഇൻ ദ വാട്ടർ ടു സ്വിം. ഓക്കെ ഓക്കെ. ലോഡാവാത്ത തന്നെ അത് സർവർ. നമ്മൾ സെയിം വേൾഡ്. ഇവിടെ വന്നിട്ട് നിനക്കറിയാമല്ലോ. പ്രത്യേകിച്ച് വായിക്കണ്ടല്ലോ. അത് തന്നെ നമുക്ക് മരം വെട്ടുന്നതിന് മുമ്പേ പെട്ടെന്ന് എല്ലാ കാര്യം ഫാസ്റ്റ് ചെയ്യണം. ആദ്യം മരം വെട്ടുന്നതിന് മുമ്പ് രാത്രിയാകുമ്പോൾ ഉമ്മാരുടെ കയ്യിൽ തല്ല് വാങ്ങാതിരിക്കാൻ വേണ്ടി കുറച്ച് പരിപാടി ചെയ്യാം. നിന്നെ ആദ്യം കൊന്നിട്ട് പോയിട്ട് എനിക്ക് കുറേ പണി കിട്ടിയതാ. ഞാൻ ഇച്ചിരി ക്രൂരനാ. എൻ്റെ പെറ്റും പോയി, എല്ലാവരും പോയി. ഇനിയിപ്പോൾ ഒറ്റ. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പെറ്റിനെ നോക്കാൻ പോയിട്ട് അവന്മാരുടെ ശത്രുക്കളും വന്ന് നമ്മളെ കൊന്നു. ശരിക്കും നമ്മൾ പെറ്റിനെ നമ്മളെ കൊല്ലാൻ വന്നവന്മാരാണോ? എനിക്കറിയില്ല ഗൈസ് കേട്ടോ. നിങ്ങൾക്ക് അവന്മാരുടെയൊക്കെ പേരെന്തുവാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നേക്ക്. എനിക്കൊരു തുള്ളി പോലും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. സൈഡിൽ കൂടെ ഈ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പേടി. എല്ലാം കിട്ടി. ഓക്കെ. സൗണ്ട് ബ്ലൂ കളർ അത് സൂപ്പറാണ്. ഇഷ്ടമായിട്ട്. ഒറ്റ ടീമിലാവണേ. ഒറ്റ ടീമിലാണ്. നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ കോക്കോ ബീൻസ്. ഇപ്പം എനിക്ക് പെറ്റായി. തോളത്തിരുത്തി തോന്നുന്നു. തോളത്തിരുത്തി. അവൻ്റെ കൂട്ടുകാർ ഉള്ളത് തന്നെ. അവൻ്റെ കൂട്ടുകാർ മറ്റേ ഒരു വെള്ള തലയും മഞ്ഞയുള്ള അവൻ്റെ കൂട്ടുകാർ കാണാൻ ഇപ്പം എനിക്ക് പണി കിട്ടി. ഇറങ്ങിക്കോ. നമുക്കൊരു മരം കൂടെ വെട്ടണം. നമ്മൾ ആദ്യം ചെയ്ത പോലെ കുറേ മരം കിട്ടിയായിരുന്നു. അത് നമ്മൾ ഇവിടെ നിന്ന് ഒരു മരം കൂടെ വെട്ടി. നമുക്ക് ഈ മരം കൂടെ വെട്ടിയേക്കാം. ഈ മരം വെട്ടി വരുമ്പോൾ 1 മണിക്കൂർ. ഓക്കെ. നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ ഇതിൻ്റെ എൻ്റെ മറ്റേ മഞ്ഞയ്ക്ക് ഏത് പേരിടണമെന്ന്. പക്ഷേ അപ്പം എനിക്ക് ആ വേൾഡ് അത്ര ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതെടുത്തത്. അതുകൊണ്ട് ഒന്നും കൂടെ നിങ്ങൾ ചെയ്തേക്കൂ. ഈ നീല ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ നീലയ്ക്ക് ഏത് പേര് വേണമെന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചേക്കാം കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണം ഏത് പേര് വേണമെന്ന്. ഇപ്പം മണ്ണല്ല വെള്ളത്തിനടിയിലോട്ടൊക്കെ പോകും. ഇതിൻ്റെ പേരെന്നായിരുന്നത് ജംഗിൾ വുഡോ? ജംഗിൾ വുഡ് എന്നുണ്ടായിരുന്നു. ഇത് മരം ജംഗിൾ വുഡ്. ഇതിന് വെട്ടാത്ത വെട്ടി വരുന്നുണ്ട്. നമ്മളിത് പൊട്ടിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? ആരൊക്കെ വെള്ളത്തിലുണ്ട്, ആരൊക്കെ വെള്ളത്തിൽ വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ടാണല്ലോ ഞാൻ കേൾക്കുന്നത്. ആരാ വെള്ളത്തിൽ കൂടെ പോകുന്നത്? ആരും പോകുന്നില്ലേ? അയ്യോ നീ കയറി വാ. അയ്യോ ഇനി ഇവളെ ഇന്ന് എടുക്കണമല്ലോ. ഇനി ചെയ്യാൻ പറ്റുമോ? ഇതിൽ കയറ്റണമല്ലോ. ഇത് പണി കേടാ. എനിക്കിനി ഇതിനെ ഇനി എങ്ങനെ കയറ്റും? ഇങ്ങോട്ട് വാ. പറന്ന് വന്നാ അങ്ങോട്ട് പോന്നു. അങ്ങോട്ട് പോന്നു വെള്ളത്തിലോട്ട്. ഭ്രാന്ത്. നീ ഇങ്ങോട്ട് വരാൻ
പറന്ന് വരെ അറിയാമല്ലോ, പിന്നെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തി. നിന്റെ ഭംഗി ഒന്ന് നോക്കട്ടെ. നല്ല രസമുണ്ട് ഇതിന്റെ. അച്ചോ, നമുക്ക് ഇനി എനിക്ക് എൻ്റെ അനിയത്തി ഇച്ചിരി വൃത്തികെട്ടോ. ഓക്കെ, നമുക്ക് ജംഗിൾ വുഡ് എടുക്കാം. മൊത്തം ഇതായിക്കോ. അങ്ങനെ ഇത് കിട്ടും. കുറേ നേരമായില്ലേ ഞെക്കുന്നത്. ഇത് ഒരെണ്ണം, പിന്നെ അത് 30. ഒരു ഈ സാധനം ഇത് എൻ്റെ അനിയനെടുത്ത് ഏതാണ്ട് പൊട്ടിക്കുന്നതാണ്. പിന്നെ ഈ കത്തി ഇത്ര മതി. പിന്നെ വേണം ഈ ഇതും കൂടെ എടുക്കാം. ഇതിൻ്റെയൊക്കെ പേര് നോക്കട്ടെ. ഇത് വുഡൻ സോൺ, ഇത് വുഡൻ പിക്കാക്സ്, ഇത് വുഡൻ ആക്സ്. ആക്സ് വെച്ച് മരം പൊട്ടിക്കാം. ആക്സ് വെച്ച് ഇത് പൊട്ടിക്കാലോ. അയ്യോ, ഇല്ല, ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ഇത് 3 ഇത് വേണമെന്നല്ലേ അവർ കാണിച്ച്. നമുക്കൊരു നീല ബെഡ് ഉണ്ടാക്കാം. ഹലോ ഇച്ചിരി ഫുഡ്. ഇന്നത്തെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഒരു ചെറിയ ബേസ് പോലെ, ഒരു ചെറിയ നോർമൽ ബേസ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴി. അല്ല, അവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു എൻ്റെ പൊന്നെ എന്നാ വലിയ ഗുഹയാണെന്നറിയോ ഞാൻ കണ്ടത്. മീൻ പിടിക്കുമായിരുന്നെങ്കിൽ കുറച്ച് മീൻ പിടിക്കാൻ എന്നാ വേണമാവും. ഇല്ല, എന്നാ അമ്മ ചോറ് കഴിക്കാൻ വിളിച്ചോ. നമ്മൾ വീട്ടിൽ പോയി വീഡിയോ എടുക്കാൻ, നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ നമ്മൾ ആരൊക്കെ എപ്പോഴെങ്കിലും പോയി ചോറുണ്ണാൻ പോകും? ഇല്ല, നമ്മൾ വീഡിയോ എടുത്തിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ആ പെണ്ണ് വീണ്ടും ഇറങ്ങിപ്പോയാവും. മോളെ ഇത് എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഇല്ലേ, നീ ഇറങ്ങിയതാവും. നീ ഇവിടെ ഇരുന്ന് എഴുന്നേക്കടാ. നീ എഴുന്നേറ്റ് എൻ്റെ കൂടെ വാ. ഓക്കെ, എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് അവിടെ ഒരു സൂപ്പർ സാധനം ഇരിക്കുന്നുണ്ടോ? നീ മാത്രമല്ലടാ, നിനക്ക് കൂടെ ഒരു കൂട്ടിന് ഞാൻ ഒരാളെയും കൂടെ വിളിച്ചോണ്ട് വരാം. പെട്ടെന്ന് ടേമായ നിനക്ക് പെട്ടെന്ന് കൂട്ടാവും. ഹലോ, ഇനി നമുക്ക് നമ്മളെ നോക്കാവേ. അതുകൊണ്ടാണ് ഇപ്പം രണ്ടുപേരെയും തുളത്തെറിയിക്കും. അതോ ഒരാൾ ഇറങ്ങിപ്പോവും. നോക്കട്ടെ. ഒരു നീല കണ്ടോ, അങ്ങനെ എന്നാ സീനായത്. കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം ഒരാണും ഒരു ചുവപ്പ് പെണ്ണും നീല ആണ്, രണ്ടുപേരും ഒരേപോലെ നോക്കുന്നു. അപ്പം നിങ്ങൾ ഈ 2 പേർക്കുള്ള പേരുണ്ടാക്കിയോ. ഇടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആണിൻ്റെ പേര് വേണമെങ്കിലും ഇടാം, പെണ്ണിൻ്റെ പേര് വേണമെങ്കിലും ഇടാം. ചുവപ്പിന് ഏത് പേര് വേണം, പെണ്ണിന് ഏത് പേര് വേണം നിങ്ങൾ തീരുമാനിച്ചിട്ടോ. ഇതിനകത്ത് നമ്മൾ ആദ്യം ആടില്ലേ കണ്ടേ, ഷീപ്പ് എന്നല്ലേ നമ്മൾ തന്നെ. അതിനെന്താണ് പറയുന്നത്, ഗോട്ടോ ഗീട്ടോ. ഇച്ചിരി ഫുഡ് എൻ്റെ എനിക്ക് ഞമ്മ കഴിക്കുന്ന. അയ്യോ, അതെന്താ ഇരുട്ടായി തുടങ്ങി, രാത്രിയായി, നൈറ്റ്. ഇവിടുന്ന് ഓടിക്കോ. അയ്യോ, ബേസ് ഉണ്ടാക്കാൻ വേണമല്ലോ. വീണ്ടും എനിക്ക് ചാവലാക്കല്ലേ.
യവന്മാര് നമുക്ക് ചാടാം. ഓയ്, നിങ്ങൾ എൻ്റെ കൂടെ ടെലിപ്പോർട്ട് ചെയ്ത് വന്നാൽ മതി. ഓക്കെ. അയ്യോ, ഇത് വെക്കാം കേട്ടോ ബ്ലോക്ക്. അമ്മര് പുറത്തായിരിക്കുന്നു. എടാ അമ്മര് ടെലിപ്പോർട്ടായി വന്നോളൂ. നീ ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ ഇവിടെ. ഇതാണോ സ്റ്റോൺ? ഇതിനകത്തൊന്നും കാണാൻ മേല. എനിക്കിതിനകത്തൊന്നും കാണാൻ മേല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആണോന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? അപ്പം പിക്കാക്സ് വെച്ച് മണ്ണ് പൊട്ടിച്ചോണ്ടിരിക്കുന്നു. ഇങ്ങനെ കുഴിച്ചൊഴിച്ച് പോകുമ്പോൾ 1 മണിക്കൂർ എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുഴിച്ചു പോകുന്ന എന്നതിനാ? ശരിക്കും ഈ വേൾഡിൽ എന്നെ എടുക്കണ്ടേ? എനിക്കത് മനസ്സിലാക്കാത്തത്. ഇതെന്നതാണ്? ഇത് കോബിൾ സ്റ്റോണ്, ഇത് ഡ്രോയിഡ്. എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കോള് കാണാമല്ലോ റിട്ടാണെങ്കിൽ ഇവിടെ സൗണ്ട് ചെയ്യോ? ഇതാണ് നമ്മുടെ ഇനി മുതൽ ബേസ്. ഇത് ബേസ് പോലെ ബിൽഡ് ചെയ്യണം. ആദ്യം സീക്രട്ട് ഡോർ പോലെ വന്ന് മനസ്സിലായോ? അങ്ങനെ ഒരു ചെറിയ ബിൽഡ് പോലെ വന്നേക്കോ. ഇത്ര മതി. ഇത് പിക്കക്സ് എന്ത്? എൻ്റെ ഉടൻ പിക്കക്സ് എന്ത്? ഇതെന്തിന് ഉടൻ പിക്കക്സ്? എന്ത്? ആരും എടുത്തോണ്ട് പോയോ? ഹലോ പിക്കാക്സ്, ഉടൻ പിക്കാക്സ് ആരും എടുത്തോണ്ട് പോയേ? ആരും എടുത്തോണ്ട് പോയേ? ഒരാളെ തിരിച്ചോണ്ടേ തരത്തില്ല. ആരുടെ ഇവിടെ കാണാൻ പോലും ഇല്ല ആ സാധനം. പണിയായെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാതെ കാണുന്നില്ലല്ലോ. ഇതിപ്പോൾ ഇവിടെ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. ഇത് എന്തുവാ? കല്ല് വെച്ചുണ്ടാക്കുന്നത്? അതായത് മരം വെച്ചിട്ടുണ്ടാക്കി. ഇതൊക്കെ തന്നെ കല്ല് വെച്ചൊരു പിക്കാക്സ്. അല്ല, ഈ നമ്മുടെ ഫുഡൊക്കെ എങ്ങനെയാ പുറത്ത് വെക്കുന്നത്? ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ നമുക്ക്? സോറി ഫോർ ദ സൗണ്ട്.
സോറി ഫോർ ദ സൗണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വെച്ചാണ് ഈ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്തോ ഉണ്ടാക്കുന്നത്. എന്തോ എന്ത് വെച്ചുണ്ടാക്കും? ഇത് വെച്ചുണ്ടാക്കാൻ പറ്റും. ഇതല്ല ഇതൊക്കെ സാധനം കോള്. ഇത് വേറെ ഒരു വുഡ് സ്റ്റിക്ക്. ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ എന്ത് ജീവോ വെച്ച് എനിക്കിരി ഒരു ചെറിയ ബേസ് പോലെ പണിത് വെക്കാനാണ് എൻ്റെ ആഗ്രഹം. ഒന്നും കാണാൻ വരെ നമുക്ക് വല്ലതും കാണാൻ. എനിക്ക് കാണാൻ മേലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത് എന്ത് മണ്ടനാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പച്ചാ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവോ? സോറി വെരി സോറി ഐ എം സോ സോറി. കാരണം എൻ്റെ നീനോട് എനിക്ക് നീ കരയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. ഇല്ല, ഇരുട്ടായിരുന്നു, ഒന്നും കാണാൻ പോലും നേരടെ. രാവിലെ ഹലോ മൊത്തം പൊട്ടിച്ചാണെന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കെല്ലാം ഇതൊക്കെ ആയിരിക്കും അല്ലേ? സൗണ്ട് ഭയങ്കര എന്നാണ്ട് സൗണ്ട്. ഒരിടത്ത് കൊച്ചിൻ്റെ സൗണ്ട്, ഒരിടത്ത് ഈ സൗണ്ട്. ഒരാൾക്ക് പിടിക്കും കേട്ടോ. ഒരിടത്ത് ഇതൊക്കെ വെച്ചോണ്ട് സൗണ്ട്, വേറൊരിടത്ത് കൊച്ചു കരയുന്ന സൗണ്ട്. ആ പട പരാന്തായി. എനിക്ക് ഈ ഫ്രീ ഫയർ കളിച്ചും ഒക്കെ ഒരു ചെറിയ ശീലമുണ്ട്. പിന്നെ ഈ പാൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമായിരിക്കും. ആ വേൾഡിൽ ഞാൻ പല ഗെയിംസും കളിച്ചിട്ടുണ്ടാവും. കാരണം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് പാൽ വേൾഡ് മൈൻക്രാഫ്റ്റും ഏകദേശം ഒരേപോലെയാണ് കാര്യങ്ങളെല്ലാം എന്നാണ് പറഞ്ഞത്. അത് കാരണം ഒരു ബ്ലോക്ക് അല്ല. അപ്പോഴത്തേക്ക് നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ചല്ലേ, എന്താ ഞാൻ പറയുന്നത്, ലാൻഡോ കിച്ചാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. എനിക്ക് ചെവി അങ്ങ് ഇതായി പോവാ. സൈഡിൽ നമുക്ക് എന്താ ടോർച്ച് എന്തോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭ്രാന്താകാൻ സാധ്യതയുണ്ട്. ഇതെന്തോ പേര്, ടോർച്ച് സ്റ്റിക്ക് വേണം. അതെന്തോ കോള്. ഇതെന്തോ ഫർണസ്. അയ്യോ, ഞാൻ എടുത്തോ അത്? അയ്യോ ഞാൻ ഫർണസ് എടുത്തു. അത് ബേക്ക് ചെയ്യുന്ന സാധനമാണോ ഉണ്ടാക്കുന്ന? തീയുടെ പടം പോലെ വെച്ചേക്കുന്ന. എൻ്റെ പേരെന്താ നോക്കാൻ വേണ്ടി രാവിലെ എനിക്കിനി ആരെയും പേടിയില്ല. തുറക്കടാ അത്. ഈ കോള് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കൂടെ?
ചുമ്മാ ഇല്ല, ഇതിപ്പോൾ സ്പൈഡർ ഫാം ഇല്ല, സ്പൈഡറും കൊണ്ട് ഫാം. ഞാൻ ഗെയിമിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവന്മാർ പറയുന്നത് സ്പൈഡർ. ആഹാ, നിങ്ങൾ എന്ത് ചെയ്യാൻ? നീയൊക്കെ ഇവിടെ ഇരിക്കുവാണോ? അകത്തോട്ട് കയറ്റാം, നീ ഇപ്പോൾ കുറച്ചേരത്തേക്ക് ഇവിടെ ഇരി. ഇതാണ് കോള്. കറുത്തിരിക്കുന്ന നല്ലൊരു കോള് പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോയി വന്നെടുത്തത്. നീ താഴെ ഇരുന്നു, അത് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ നല്ല വാങ്ങും. നിനക്ക് ഇനി എന്തെങ്കിലും വേണോടാ? ആരുടെ പൊട്ടിത്തെറിക്കണ്ടേ? നമുക്ക് ഈ ഷീപ്പല്ലല്ലോ, അതിൻ്റെ പേരെന്തുവോ? ആടിനെ വേണ്ടേ? രണ്ടാട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാം. എടാ ആടെ, അവിടെ നിൽക്കടാ ആടെ. ഒരുത്തനുണ്ടായിരുന്നല്ലോ, എന്ത്? ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ പൂ കളറാക്കാൻ എൻ്റെ അനിയൻ പറഞ്ഞു ഇങ്ങനെ വെക്കിയാൽ ഡൈ പോലെയാവും. ഞാനേറെ പിറോ, പക്ഷെ എൻ്റെ ഉണ്ടായിരുന്ന പിറോ പറുവായിട്ട്. കണ്ടാ ഗൈസ്, എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ പിറോയാണ്. ഇപ്പോൾ രണ്ടെണ്ണം, ഒന്നും കൂടെ വേണം. ഒന്നും കൂടെ വേണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കുരങ്ങനും കൂടെ വേണം. ആ കുരങ്ങൻ എവിടെ പോയി? ഇവിടെ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നല്ലോ, ആ കുരങ്ങനിപ്പോൾ എവിടെ പോയി? ചാടി പോയി നോക്കണം. നീ അവിടെ ഇരി. ഇതിൻ്റെ പേരെന്ത്? ഒരുത്തിനും കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തിയടി നിന്റെ കൂട്ടുകാരൻ? അവനെന്ത് ചെയ്തു നിന്റെ കൂട്ടുകാരൻ? ഓട്ടം കൊണ്ട് ഇവിടെ നിന്ന് ഇച്ചിരി വാട്ടർ മെലൺ ഇച്ചിരി കൂടുതലുണ്ട്. സാധാരണ നമ്മൾ കത്തി വെച്ചാൽ മുറുക്കിയെടുക്കാം, അതിപ്പം നമ്മൾ പിക്കാക്സ് വെച്ചാൽ പൊട്ടിച്ചെടുക്കണം. തുളത്തേറി എന്തിയുള്ളൂ കയറിയോ? ഓക്കെ. അയ്യോ താഴെയിറങ്ങിയില്ലല്ലോ. അയ്യോ ദൈവമേ, വീഴല്ലേ? എന്തിയത് നീ എന്ത് ചെയ്യാ? നീ ഇവിടെ ഇരുന്നേ, നമുക്കിവിടെ നോക്കാം. കുഞ്ഞു പോയി പൊന്നെ, എന്ത് വലിയ സാധനം അത്. എന്നൊക്കെ നമുക്കിനി പോവാം. എന്നാലും ഒരുത്തം അവന്മാരിപ്പോൾ വേറെ വല്ലതും വന്നോ ആവോ? ഷീപ്പെന്ന് പറഞ്ഞ ഒരുത്തം പോലും ഇവിടെ കാണുന്നില്ല. എന്തിനാ അവൻ ദേഷ്യം കയറുന്നുണ്ട് എനിക്ക്. ഷീപ്പേ, മര്യാദയ്ക്ക് ഇവിടെ വന്നോ? ഷീപ്പേ, നിന്നോടാ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ വരെ. കുറേ കറുത്ത സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ വെള്ളത്തിൻ്റെ അവിടെ. അവിടെ പോയി ചെയ്യാം. നീ എൻ്റെ കൂടെ നീ അങ്ങോട്ട് പോകണ്ട, എൻ്റെ കൂടെ ഇങ്ങോട്ട് വാ. ഇവിടെ വാ, വരാൻ. എന്തി അവളെന്തി ഇവിടെ ഇരുന്നോണം. ഞാൻ ഇച്ചിരി ഡേഞ്ചർ പരിപാടിക്കൊക്കെ പോകുന്നു, അപ്പം നീ എൻ്റെ കൂടെ വരാൻ പാടില്ല.
കഷ്ടപ്പെട്ട് കയറി വന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ പാടാന്നറിയാം. ഒരു ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇനി വെളിച്ചം വേണം. അങ്ങോട്ട് കയറുമ്പോൾ ഒരു വെളിച്ചമില്ലാത്തൊരു സ്ഥലമായി തോന്നല്ല ആർക്കും. ഏതൊരു സാധനം? എന്തത്? എന്തിത്? ഇവിടെ പോയി? എനിക്കറിയില്ല. അതൊരു മഞ്ഞ സാധനം. അത് എന്തോ ഇതില്ല. പൊട്ടിച്ചപ്പോൾ ഇനി കണ്ട സൗണ്ട്. ഇതൊരു 1, 2 എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. നമ്മുടെ ആ ഹെൽത്ത് ഫുഡ് കഴിക്കണമല്ലോ. ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ? അയ്യോ ഇതില്ല. പൊട്ടം കണ്ടോ? എല്ലാം കഴിഞ്ഞു. എന്നിട്ട് മഞ്ഞ സാധനം താഴ്ത്തി വീഴുന്നത് കണ്ടു. പക്ഷെ അത് നോക്കാൻ വരുമ്പോൾ കാണത്തില്ല. ഓക്കെ, ഇനി ഇത് ഇവിടെ കണ്ട് അതെ അവിടെ വെള്ളമുണ്ട്. ഇനി ഇവിടെ വെള്ളമുണ്ടോ? ഇല്ല. ഇതിന് പെട്രോക്ക് എഡിഷൻ. ഞാൻ ഒരു എഡിഷന് അയ്യോ എന്തോ ഇവിടെ താഴോട്ട് പോടാ. പോയി പോയി. പോയി. ഇഷ്ടം പോലെ ഉണ്ട്. വേസ്റ്റാക്കല്ലേ. എല്ലാം പെറുക്കി വയ്ക്കാം. നമുക്കിത് വേറെ ഏതാണ്ട് ഒരു സാധനം ഉണ്ടാക്കാനുള്ളതാ. ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ മൈൻക്രാഫ്റ്റ് സെയിം റിയൽ ലൈഫാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കളിച്ചിട്ടത് റിയൽ ലൈഫൊന്നുമല്ല. ഒരു കിച്ചണില്ല. ഹൗസൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിക്കോണമെന്ന്. ഇച്ചായം വന്ന്. ചേട്ടായും വന്ന്. ഇച്ചായം വന്നേ. ഫുഡ് അപ്പം നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഞം എന്ന് പറഞ്ഞുകൊണ്ട്. പറ്റത്തില്ല. ഞാനിവിടെ യൂട്യൂബ് വീഡിയോ ഇടുക. ഒരിക്കലും പറ്റത്തില്ല. മിണ്ടല്ലേ. ഒന്ന് പറഞ്ഞു കൊടുക്കും മിണ്ടാതിരിക്കാൻ. വാഴകൾ എൻ്റെ വീട്ടിൽ കുറേ വാഴകളുണ്ട്. പന്നാച്ചിപ്പഴം. ഞാനിൽ ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ ഇരുട്ടാവല്ലേ. പൊട്ട എനിക്ക് വരണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് തുറക്കണം. അങ്ങോട്ട് ഞാൻ അറിയാൻ വരാൻ പറ്റത്തില്ല. ഞാൻ പോവാം. എൻ്റെ ബേസ് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കില്ല. എന്നിട്ട് ഉണ്ടാക്കാൻ ഇത് ലോകം അങ്ങനെയുണ്ട്. ഏതുണ്ട് ലോകം. ഇതെന്താണ്? ഫർണൈസ് വെച്ചിട്ടുണ്ട്. ഗൂഗിളിൽ അടിച്ചു നോക്കട്ടെ. വാട്ട് ഈസ് ഫർണീസ്? ഓഹോ ഗൈസ്, എനിക്കിപ്പം മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഫർണീസ് എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്ന സാധനം. ഫർണീസ് എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സാധനം. നല്ല പോലെ മനസ്സിലായി. പച്ചാ മിണ്ടായിരിക്കാം. പറഞ്ഞു എത്ര പ്രാവശ്യം. പക്ഷെ ഇനി ഫുഡ് ഉണ്ടാക്കാൻ ഇത് വെച്ച വെക്കാവോ?
ഇതുണ്ടാക്കാൻ ഇനി ഇത് ഇവിടെ വെക്കുന്നേ, ഇവിടെ വെച്ച് വെക്കാം. ഓ വെളിച്ചം വന്നു ഇത്ര പെട്ടെന്ന്. ഇത് ഇച്ചിരി വെളിച്ചം വന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു? ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓ, നമ്മുടെ ഇത് ഇൻവെൻറ്റോറി ഏതാണ്ട് ഒരു സാധനം. ബെഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളില്ല എൻ്റെ കയ്യിൽ. നമുക്ക് എന്താ ഉണ്ടാക്കാനുള്ളേ? ഇത് അത്യാവശ്യത്തിനെല്ലാം ആയില്ല. പിന്നെ സ്റ്റിക്കോ ഇത് ടോസ്റ്റ്. ഒരു 8 ടോസ്റ്റ് വയ്ക്കട്ടെ. നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് ആദ്യമായിട്ട് കഴിക്കണം. അതിന് മുമ്പ് ഞാൻ ടോർച്ച് വെക്കട്ടെ. ടോർച്ച് കൈ പിടിച്ചിട്ട് തന്നെ വിളിച്ചു വരാത്ത ടോർച്ചേ. ഇങ്ങനെ വെക്കണം, കൂടി ഇട്ടിട്ടാണ് വെക്കാം. ഓക്കെ, ഇപ്പോൾ വിളിച്ചോ ഇല്ലേ? ഇങ്ങോട്ട് വരുന്ന വഴി ഇവിടെ വിളിച്ചോ. ആർക്കെങ്കിലും ഇവിടെ വരണം, ഇവിടെ നമ്മൾ അതിഥികൾ വരുമ്പോൾ അതിനൊരു വിളിച്ചു. ഓക്കെ, ഇപ്പം എല്ലായിടത്തും സുഖമാണ്. കിടന്നുറങ്ങാൻ ഒരു ബെഡ് കാണും. ഒരു ഡോറ് വെക്കട്ടെ. ഞാൻ കണ്ടില്ലേ ഡോർ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ. 3 ഡോറ് ചുമ്മാ ഇരിക്കും. ചുമ്മാ ഒരു 3 ഡോറ്. അതിലോട്ട് കയറി വാ. ശരിയായി. വരുമ്പോൾ തുറക്കണം. ഡോർ ഹൊയ് ഓട്ടങ്ങോട്ട്. നീ ഇരിക്കേണ്ടത് ഇവിടെ ഇരുന്നാൽ മതി. അടയ്ക്കണം. നിങ്ങൾ ഈ ചുമ്മാ ഇരിക്കുന്ന സമയം കൊണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അല്ല, എൻ്റെ കുറച്ച് പേരെ ഇതിനകത്താക്കണമല്ലോ. കുറച്ച് പേര് ഇതിനകത്താക്കണമുണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും. ചേഞ്ച് ഇമോജി, ടാപ്പ് ഇമോജി ടു ആക്ഷൻ. നമ്മുടെ സൈഡിൽ ഇമോജി അവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈശൻ്റെ ഇവിടെ ഒരു വൃത്തികെട്ട വീടാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല വീട്ടിൽ